ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ കമ്പനി നിയമത്തിലെ 447 അനുസരിച്ചുള്ള കേസിൽ കമ്പനികാര്യ മന്ത്രാലയം മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്കൊന്നും പോവില്ല. ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സമോൺ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുക. പക്ഷേ നോക്കൂ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധി അനുസരിച്ച്, അതായത് PMLA ആക്ട് അനുസരിച്ച് PMLA ആക്ടിൽ ഷെഡ്യൂൾഡ് ക്രൈമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ 1 സെക്ഷൻ 447. അപ്പോൾ PMLA ആക്ട് അനുസരിച്ച് ED ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ 2,70,00,000 രൂപ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ EDക്ക് ആക്ട് ചെയ്യാം. EDക്ക് ആക്ട് ചെയ്യാനുള്ള സ്പേസ് അവിടെയുണ്ട്. ED ഒന്ന് ആക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്, അന്നത് നടക്കാതെ പോയതാണ്. പക്ഷേ ഇപ്പോൾ EDക്ക് ആക്ട് ചെയ്യാനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ്. അവർ ആക്ട് ചെയ്തേക്കും. കുറ്റപത്രം തേടി എന്തായാലും കോടതിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ഇത് എമ്പുരാൻ സിനിമയിൽ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്തതുപോലെ ആവുമോ? നോക്കൂ, ഇവിടെ ഞാൻ അതിലേക്കൊക്കെ വരാം. ഇവിടെ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ മഞ്ജു വാര്യർ എന്ന വ്യക്തി അല്ലെങ്കിൽ അതിലൊരു കഥാപാത്രം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളെന്ന് പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ, ഞാൻ പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് എന്നെ കേൾക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്ക്, മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് ഇപ്പോൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ബീഹാറിൽ നിന്നൊരു പെൺകുട്ടി ഒരു പരാതിയുമായി വന്നിരുന്നു. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലോ ആ വിഷയം. ഇവിടെ ഗൾഫിൽ നിന്ന് മറ്റൊരു അറബി ഇവിടെ വന്നിരുന്നു. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലോ ആ വിഷയം. അന്നൊക്കെ ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾക്ക് കൊടുക്കാത്ത ഒരു നീതി ഈ പാർട്ടി ഇപ്പോൾ CPMൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് നൽകുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി വിജയൻ്റെ മകളെന്ന് തന്നെ പറയേണ്ടി വരും. അതിനെന്താ തർക്കം? അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയൂ. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഒരു ജോലിയും ചെയ്യാതെ, അതുപോലെ തന്നെ ഒരു സേവനവും നൽകാതെ, അതിനപ്പുറത്തേക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്താതെ, ഒരു ഇത്തരത്തിലുള്ള സാങ്കേതികമായ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുകയോ വിതരണം ചെയ്യുകയോ ചെയ്യാതെ ഇത്രയും തുക കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു കമ്പനിയുടെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ശശിധരൻ കർത്ത പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സേവനം കിട്ടിയിട്ടുണ്ടെന്ന്. വാദഗതിക്ക് വേണ്ടി അത് സംബന്ധിക്കുക അദ്ദേഹമല്ല പറയേണ്ടത്. വാദഗതിക്ക് വേണ്ടി അത് അംഗീകരിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ആ എക്സാലോജിക്കിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്, CMRL കൊടുത്തിട്ടുള്ളത്? എന്ത് ഡെവലപ്മെൻ്റ് ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്? അതിൻ്റെ എന്ത് മെയിൻ്റനൻസ് ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? അപ്പോൾ ചോദിച്ച് വന്നാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു. അതൊരു വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്നുകൊണ്ട് വേണമല്ലോ നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ പറയുന്നു AK ആൻ്റണി ഇവിടെ കരിമണൽ ഖനനം നടത്താൻ അനുമതി നൽകി. അത് എന്താ പറയുന്നത്, VS അച്യുതാനന്ദനാണ് അത് പിൻവലിച്ചതെന്ന്. ഇത്തരത്തിലെ വിവരക്കേടുകൾ ചർച്ചയിൽ പറയരുത്. താങ്കൾ FSIO എന്നാ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരിക്കൽ പോലും SFIO എന്ന് പറഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും താങ്കളുടെ എന്തായാലും ഇതുകൊണ്ട് പറ്റിയതായിരിക്കാം. പക്ഷേ VS അച്യുതാനന്ദനാണ് ഇത്തരത്തിൽ കരിമണൽ ഖനനത്തിന് കൊടുത്ത അനുമതി പിൻവലിച്ചതെന്നൊക്കെ പറയുന്ന താങ്കളുടെ ഹിമാലയൻ ബ്ലെൻഡർ അത് അവിടെ നിർത്തണം. കാരണം നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഡേറ്റ് വരെയുണ്ട്. 15/9/2004 ആണ് ഈ അനുമതി നൽകിയിട്ടുള്ളത്. അത് 25/9/2004 തന്നെ പിൻവലിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിരിക്കെ 2004 എന്തായാലും പിണറായി വിജയനോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനോ അല്ലോ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഇതുമായി ബന്ധപ്പെട്ട് ആ പിൻവലിച്ചത് 10 ദിവസത്തിനുള്ളിൽ തന്നെ പിൻവലിച്ചു. ശരിയാണ്, ശ്രീ VS അച്യുതാനന്ദന് ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ശ്രീ VM സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ കരിമണൽ ഖനനത്തിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അത് പിൻവലിച്ചു. അത് പിൻവലിച്ചതിന് ശേഷം ഈ CMRL കോടതിയിൽ പോയല്ലോ, കേരള ഹൈക്കോടതിയിൽ പോയി. അതിനുശേഷം മൈനിങ് വകുപ്പിനെ, കേന്ദ്ര മൈനിങ് വകുപ്പിനെ സമീപിച്ചു. കേരള ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ ഉത്തരവ് പിൻവലിക്കേണ്ടതില്ല, മറിച്ച് ഈ ഭൂമി കരിമണൽ ഖനനം നടത്തുന്നതിന് CMRL കൈവശമുള്ള ഭൂമി സർക്കാരിന് ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ല. സർക്കാർ ആ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ സ്വാഭാവികമായും സ്വകാര്യ ഖനനം നടക്കുകയുമില്ല എന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുക. ആ വിധി ഉണ്ടായതെന്നാണ് താങ്കൾക്കറിയാമോ? ആ വിധി ഉണ്ടായത് 8/4/2016 8/4/2016 എന്ന് പറയുമ്പോൾ നമ്മൾ പരിപൂർണമായും 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ ഉത്തരവ് വന്നിരുന്നത്. തൊട്ടു പുറകെ തന്നെ 2016 മെയ് മാസം 25-ാം തീയതി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരവുമേറ്റു. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഉൾപ്പെടെയുള്ള ഖനനം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് 2019 വരെ ആ ഖനനത്തിനുള്ള അനുമതി സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ഉള്ള അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആക്ടിൽ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത് വരെ ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നില്ല എന്ന കാര്യം താങ്കൾക്കറിയാമോ? അപ്പോൾ അങ്ങനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദവും CMRLന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഈ ഉത്തരവ് ലൈവാക്കി എടുക്കാൻ വേണ്ടി, അഥവാ ഈ
ഭൂമി കൈവശപ്പെടുത്താതെ ഉത്തരവ് ലൈവാക്കി എടുക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി CMR പൊയ്ക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കെ താങ്കൾ ഇങ്ങനെ AK ആന്റണി 2004 ഉത്തരവിറക്കി 2004 15/9/2004 ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ 2.70 കോടി രൂപ കൊടുത്തതെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് താങ്കളുടെ വ്യാഖ്യാനം വന്നാൽ കഷ്ടമെന്നല്ല എന്താ പറയാനുള്ളത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണെന്നേ, അത് സുപ്രീം കോടതി വരെ പരിഗണിച്ച കാര്യങ്ങളാണെന്നേ. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതിന് മാത്രമല്ല ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ, കേരള ഹൈക്കോടതി ഇത് പരിഗണിച്ചതിന് ശേഷം ഈ മുഖ്യമന്ത്രിക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞു. ഏത് ആക്ട് അനുസരിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ? PC ആക്ടിന്റെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഈ കേസ് നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ 3 ഹൈക്കോടതികളിൽ അതിൽ 2 കോടതിയുടെ വിധി വന്നിരിക്കുന്നത് SFIOയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് എന്ന കാര്യത്തിലും താങ്കൾക്ക് തർക്കമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം വസ്തുതകളായിരിക്കെ ഇവിടെ താങ്കൾ ചോദിച്ച പ്രസക്തമായ ചോദ്യത്തിലേക്ക് PMLA ആക്ടിന്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇങ്ങനെ ഒരു പണിയും ചെയ്യാതെ ഒരു സേവനവും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് 2.7 കോടി രൂപ വന്നിട്ടുണ്ടെങ്കിൽ, അത് പിന്നെ ലീഗലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു ഫ്രോഡുനന്റ് ആയിട്ടുള്ള ഒരു എക്സർസൈസാണ് നടന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് PMLA ആക്ടിന്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് സാങ്കേതികമായി പിന്നെ കുറ്റപത്രം SFIO അന്വേഷിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അഥവാ 2 ഹൈക്കോടതികളുടെ പിന്നെ കോടതിയിൽ വന്ന ആ കേസുകൾ തള്ളിക്കൊണ്ട് തന്നെ SFIO അന്വേഷണം നടക്കട്ടെ എന്ന് 2 ഹൈക്കോടതികൾ സമ്മതിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊച്ചിയിലെ നമ്മുടെ സാമ്പത്തിക കാര്യ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ സമർപ്പിച്ചിരിക്കെ ആ റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ PMLA ആക്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് ED പോയാൽ നമുക്ക് എങ്ങനെ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയുക? സ്വാഭാവികമായും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു പണിയും ചെയ്യാതെ ഒരാൾക്ക് പൈസ കിട്ടിയിരിക്കുന്നു, ആ പൈസ ഞാൻ ടാക്സ് അടച്ചിരിക്കുന്നുണ്ട്, എൻ്റെ കമ്പനി അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വൈറ്റ് മണിയായി മാറ്റുന്നു. അങ്ങനെ ഒരു പണിയും ചെയ്യാതെ കിട്ടുന്ന പൈസ വൈറ്റ് മണിയാക്കുന്നു. ഇത് എവിടുന്ന് വന്നു? അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ പൈസ കിട്ടാൻ കഴിയുമോ? അപ്പോൾ അതിന് ചോദ്യത്തിന് ഉത്തരം വേണമെന്നേ. ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തിടത്തോളം കാലം ഇത് കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കം?